ചലച്ചിത്രങ്ങളിൽ ദൃശ്യങ്ങൾക്ക് ആഴവും പരപ്പും പകരുന്ന ലെൻസുകളാണ് വൈഡ് ലെൻസുകൾ. സ്വാഭാവികമായ വീക്ഷണകോണുകൾ പകർത്തുന്ന നോർമൽ ലെൻസുകളിൽ നിന്നും ഇവയെ വേർതിരിക്കുന്ന മുഖ്യ ഘടകം ദൃശ്യങ്ങൾക്ക് പകരുന്ന വിശാലത തന്നെ. അരവിന്ദേട്ടൻ്റെ തന്നെ ഒരു വാസ്തുഹാര എന്ന് പറയുന്ന സിനിമയിൽ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടൊരു ഷോട്ടുണ്ട്. ഇതിൻ്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലത്തെ കാണിക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയായിട്ടുള്ള കഥാപാത്രവും ശോഭനയുടെ കഥാപാത്രവും ഒരു അമ്പലത്തിനടുത്ത് വെച്ചിട്ട് അവരാരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനാണ്. അപ്പോൾ ആ സീൻ്റെ മുമ്പുള്ള ഒരു ഷോട്ടാണത്. അപ്പോൾ അതൊരു ആൽമരവും ആൽമരത്തിൻ്റെ താഴെ ഈ അമ്പലവും ചേർന്നിട്ടുള്ള ഒരു ഷോട്ടാണ്. സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പോസ് ചെയ്യാൻ വേണ്ടി സമയമെടുത്ത ഒരു ഷോട്ടും അതാണ്. This is from Zeiss, Carl Zeiss, and this is called the Master Zoom, the same family like the Master Prime lenses. And it cuts wonderfully well with Master lenses, Master Prime lenses and Master Zoom. 16.5 എന്ന് പറയുന്നത് മാക്സിമം വൈഡാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്ലോക്ക് ലെൻസസിൽ നമ്മൾ 10 ഒക്കെ കണ്ടു, 12 കണ്ടു, 14 കണ്ടു. ഇതിൽ ഈ ലെൻസിൽ 16.5 തൊട്ടിട്ട് 110 വരെ ഉള്ള റേഞ്ചിലേക്ക് പോകാൻ പറ്റുന്ന സൂമാണ്. അപ്പം മാസ്റ്റർ പ്രൈം ലെൻസിൻ്റെ അതേ ക്വാളിറ്റി ഉണ്ടാവും ഈ ലെൻസിനെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 16.5 to 110 റേഞ്ചിലുള്ള ഏത് ഷോട്ട് എടുക്കുമ്പോഴും ഈ ലെൻസ് തന്നെ മതി. അപ്പോൾ ഇടയ്ക്ക് ഈ ലെൻസ് മാറ്റുന്ന ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. This is the 24-290 Optimo, also from Angenieux. Angenieux is the most popular lens worldwide. ആൻഷിനിയോ എന്ന കമ്പനി, ഫ്രഞ്ച് കമ്പനി, അവർ ഏറ്റവും കൂടുതൽ സൂം ലെൻസസ് മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിൽ മിക്ക ലെൻസസും ആൻഷിനിയോ കമ്പനിയുടെ സൂം ലെൻസസാണ്. 2001 ഓപ്റ്റിമോ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ റേഞ്ച് ഓഫ് ലെൻസ് സൂം ലെൻസ് ഇറക്കിയത്. ഈ ഓപ്റ്റിമോ ലെൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നാൽ അത് ഡിഫറെൻറ്റ് മൗണ്ട്സ് ഉള്ളതാണ്. ഇപ്പോൾ മൂവി ഇതിന് ഉപയോഗിക്കാം, DSLR ഉപയോഗിക്കാം, വീഡിയോന് ഉപയോഗിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് മൗണ്ട് ഉണ്ട്. പിന്നെ മാത്രമല്ല അത് 2 വീഡിയോയിനും സിനിമയ്ക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലെൻസാണ്. അതിൽ ഓപ്റ്റിമോ കോമ്പാക്റ്റ് ലെൻസ് ഉണ്ട്. കോമ്പാക്റ്റ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലൈറ്റ് വെയ്റ്റാണ്. ലൈറ്റ് വെയ്റ്റും അത് ഉണ്ടാക്കുന്ന കാരണം തന്നെ ഈ സ്റ്റഡി ക്യാം പോലെ അല്ലെങ്കിൽ ഹാൻഡൽഡ് ഷോട്ട്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ആയിട്ടുള്ള കോമ്പാക്റ്റ് സൂം ലെൻസസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അക്കാഡമി അവാർഡ് കിട്ടിയ ഒരു ലെൻസാണ്. കാരണം അതിൻ്റെ എൻജിനീയറിങ് ആൻഡ് ഡിസൈനിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റിനായിട്ട് അതിന് ഓസ്കറിൻ്റെ കൂടെ കിട്ടുന്ന ഓസ്കർ സ്റ്റാച്ചു അല്ല, ഇതിന് പ്രത്യേകമായിട്ട് ഒരു അവാർഡുണ്ട്, എൻജിനീയറിങ്ങിനുള്ള അവാർഡ്. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ഒരു ലെൻസും കൂടിയാണ് ഈ കോമ്പാക്ട് ലെൻസസ്. ഇത് 24 to 290 ആണ്. 24 എന്ന് പറയുന്നത് നമുക്ക് അറിയാം വലിയ വൈഡ് ഷോട്ടുകൾ വൈഡാണ്, ഭയങ്കര വൈഡാണ്. ഈ 290 എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിട്ട് പോകാൻ പറ്റും. നമ്മുടെ ഫേസ് അവർ ഇത്രയൊക്കെ വെച്ചിട്ട് ഉള്ള ഷോട്ടുകൾ എടുക്കാനൊക്കെ ഈ ലെൻസ് ഉപയോഗിക്കും. അപ്പം റേഞ്ച് മനസ്സിലായില്ല. അപ്പോൾ എത്ര ഒരുപാട് ഷോട്ടുകൾക്ക് ഈ ഒരു ലെൻസ് ഉണ്ടെങ്കിൽ വേറെ ലെൻസ് മാറ്റേണ്ട ആവശ്യം വരില്ല. ക്ലോസപ്പ് എടുക്കാനും വൈഡ് ഷോട്ട് എടുക്കാനും ഈ സെയിം ലെൻസ് യൂസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും പിന്നെ ഓപ്റ്റിമോ ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വൈഡ് ആംഗിൾ സൂം വരുമ്പോൾ നമുക്കങ്ങനെ ഹാൻഡിൽസിന് ഈ വൈഡ് ആംഗിൾ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഫോക്കസ് പ്രശ്നം കുറേ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് 17 to 80 ആണ്. ഒരു മീഡിയം ആവശ്യങ്ങൾക്ക് ഈ ലെൻസ് യൂസ് ചെയ്യാൻ പറ്റും. And this is the HR. ഇതാണ് HR. ഇതാണ് 25 to 250 HR സൂം. ഇതാണ് മലയാള സിനിമയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള സൂം ലെൻസ്. ഞാനൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് HR സൂം ക്യാമറയിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഊരുന്ന പ്രശ്നമില്ല, സിനിമ കഴിയുമ്പോഴേ ഊരുള്ളൂ. And this is the 15 to 40 wide zoom. Again very lightweight. ഇത് കനം കുറവാണ്. മറ്റേത് പൊക്കണമെന്നുണ്ടെങ്കിൽ പവർ മാൾട്ട് കഴിക്കണം. ഇതെല്ലാം സ്റ്റാൻഡില്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡില്ലാതെ അത് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാം. ഇത് ഹാൻഡിലൊക്കെ ഉണ്ട് ഇതെടുത്ത് തൂക്കാനൊക്കെ. ഈ പുതിയ ജനറേഷൻ ക്യാമറകൾ ഇതിൻ്റെ പുറകിൽ ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ ആയിരിക്കും. This is also from Carl Zeiss, from lens. This is made in Germany. ഇത് 15.5 to 45 ആണ് ഇതിൻ്റെ റേഞ്ച്.
മറ്റ് ലെൻസുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഷോട്ടുകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലെൻസാണ്. This is from Cook, which is say 15.5 to 15 to 40. നേരത്തെ കണ്ട കുക്ക് കമ്പനിയുടെ സൂമാണ്. ഇത് അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുള്ള മിടുക്കനാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു പ്രത്യേകതയുള്ള ലെൻസാണ്. ഭയങ്കര ക്വാളിറ്റിയുള്ള സൂമാണ്. ഇതിൻ്റെ റേഞ്ച് 15 to 40 mm ആണ്. 4i വിഭാഗത്തിൽ പെടുന്നതാണ്. കുക്കിൻ്റെ 4i ലെൻസസിൽ പെടുന്നതാണ്. 4i നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ബ്ലോക്ക് ലെൻസിൽ 4i കണ്ടിരുന്നു. അതിൽ 5i കണ്ടു, പുതിയ ജനറേഷൻ. ഇത് 4i ഇതിൽ വരുന്ന സൂമാണ്.